എല്ലാവർക്കും നമസ്കാരം. ആകർഷണ നിയമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മുന്നേ ചെയ്ത വീഡിയോകളിൽ ഒന്നിൽ വന്ന ഒരു കമൻറ്റിനുള്ള മറുപടിയായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിലെ ഒരു അംഗത്തിൻ്റെ കമൻ്റ് എന്ന നിലയിൽ അതിന് ഞാൻ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കമൻ്റ് ഇങ്ങനെയാണ്: ദീർഘകാലമായി മനസ്സിൽ പതിഞ്ഞ നെഗറ്റീവ് ചിന്തകൾ മാറി പുതിയൊരു ശുഭവാർത്തകൾ നടക്കാൻ ആകർഷണ നിയമത്തിലൂടെ സാധിക്കുമോ? അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ മെഡിറ്റേഷൻ പോലുള്ള പല പദ്ധതികളെക്കുറിച്ചും വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഉചിതമായ ഒരു രീതി തിരഞ്ഞെടുക്കാവുന്നതാണ്. ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിലൊക്കെയും പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോകൾ കാണണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ഒരാളുടെ ജീവിതത്തിൽ പോസിറ്റീവ് കൊണ്ട് നിറയ്ക്കാനും നെഗറ്റീവ് ഇല്ലാതെയാക്കുന്നതിനുമുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നെഗറ്റീവ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരവധിയാണ്. നമ്മൾ മനുഷ്യരിൽ ഒരാൾക്കും മറ്റൊരാളെപ്പോലെ ആകാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പോസിറ്റീവോ നെഗറ്റീവോ ആയ ചിന്തകളാണ്. നമ്മുടെ പോസിറ്റീവ് മറ്റുള്ളവർക്ക് നെഗറ്റീവായി തോന്നാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഒരു വ്യക്തി വളരെ മോഡേണായി ഇപ്പോഴത്തെ ഫാഷൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ നമുക്കൊരു പക്ഷേ അത് അരോചകമായി തോന്നാം. അത് നമ്മുടെ ചിന്തയാണ്. എന്നാൽ ആ വസ്ത്രം അണിഞ്ഞിരിക്കുന്നയാൾക്ക് അത് കംഫർട്ടായതുകൊണ്ടാണ് ആളതിട്ടിരിക്കുന്നത്. ഈ വ്യക്തി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കും. നമുക്കതേക്കുറിച്ച് ആളോട് സംസാരിക്കണമെന്നുണ്ട്. നമ്മുടെ അതൃപ്തി അയാളെ രണ്ട് രീതിയിൽ അറിയിക്കാം. കളിയാക്കി പരിഹസിച്ച് ഫുൾ നെഗറ്റീവായിട്ട് അയാളോട് സംസാരിക്കാം. എന്നാൽ വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ പോസിറ്റീവായിട്ടും സംസാരിക്കാം. ഇവിടെ നമുക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാളുടെ വസ്ത്രധാരണം മാത്രമല്ല, ഫുഡ്, സംഭാഷണം, ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം അവരവരുടെ ചിന്തകൾക്കനുസരിച്ചാണ് ചെയ്യുന്നത്. അവരുടെ സ്വാതന്ത്ര്യമാണത്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എങ്കിൽ അവിടെയൊക്കെ കഴിയുന്നതും പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ പുതിയൊരു അധ്യായമായിരിക്കും നമ്മൾ തുറക്കുന്നത്. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ, ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ തുടങ്ങി പല ഘട്ടങ്ങളിലും ആവശ്യമില്ലാതെ സംസാരിച്ച് ടെൻഷൻ കൂട്ടി മിക്കപ്പോഴും നമ്മൾ തന്നെ നെഗറ്റീവായി മാറാറുണ്ട്. മറ്റുള്ളവരെയും നെഗറ്റീവിലാക്കി മാറ്റാറുമുണ്ട്. ചെറിയൊരു ശ്രമം നടത്തിയാൽ അവിടെയൊക്കെ നമുക്ക് പോസിറ്റീവായി മാറാൻ സാധിക്കും. കൊറോണ കാലത്ത് നമ്മൾ എല്ലാ സ്പീഡും വേഗതയും അസുഖങ്ങളും പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് മാസങ്ങളോളം വീട്ടിലിരുന്നവരാണ്. ഇടയ്ക്കൊക്കെ അതൊന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവായി മാറാൻ സാധിക്കും. പ്രകൃതി നമുക്ക് തന്ന ഒരു പാഠമാണ് കൊറോണ കാലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് പോസിറ്റീവായിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. കഴിയുന്നതും നെഗറ്റീവുകൾ പറയുന്നവരുടെയും പ്രവർത്തിക്കുന്നവരുടെയും അടുത്ത് നിന്ന് കുറച്ചകലം പാലിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒരിക്കലും അവരെ അവഗണിക്കരുത്. അവഗണിച്ചാൽ നമ്മൾ നെഗറ്റീവിലേക്കായിരിക്കും പോവുക. ഒരാളെ പരിഗണിക്കുക എന്നത് പോസിറ്റീവാണ്, എന്നാൽ അവഗണിക്കുക എന്നത് നെഗറ്റീവുമാണ്. ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എപ്പോഴാണ് അത്തരം നെഗറ്റീവുകൾ അയാളിൽ നിന്നും വരുന്നത്, ആ സമയം അയാൾ പോലും അറിയാത്ത രീതിയിൽ അയാളുടെ പക്കൽ നിന്നും കുറച്ച് മാറിയിരിക്കുക. ഏറ്റവും ഉചിതമായ രീതിയിൽ അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മുന്നേ സൂചിപ്പിച്ച പോലെ ഒരിക്കലും അവരെ അവഗണിക്കാൻ ശ്രമിക്കരുത്. മറ്റൊരു പ്രധാന കാര്യം, എല്ലാവർക്കും നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മോടുള്ള ഇഷ്ടം കാരണം അംഗീകരിക്കുന്ന പോലെ പുറത്തുള്ള മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവത്തിൻ്റെ രീതികളെ നമ്മൾ സ്വയം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചില മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളോട് ഒരാൾ ദേഷ്യത്തോടെ സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്ത ഏതോ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പറഞ്ഞ ഒരു വാക്ക് അയാൾക്ക് നെഗറ്റീവായി തോന്നിയതുകൊണ്ട് മാത്രമാണ്. നമ്മൾ പോസിറ്റീവായി പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തതായിരിക്കാം. അവിടെയാണ് നമ്മുടെ മനസ്സ് വിഷമിക്കേണ്ട അവസ്ഥ വരുന്നത്. അവിടെ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ പ്രശ്നം തീരാവുന്നതേയുള്ളൂ. അയാൾ ദേഷ്യത്തോടെ സംസാരിച്ചുവെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ കുറച്ച് സമയം നിശബ്ദനാവുക എന്നത് മാത്രമാണ്. അയാളിൽ ദേഷ്യം കുറയാനുള്ള പരമാവധി സമയം
3 മിനിറ്റ് വരെയാണ്. അത്രയും സമയമെങ്കിലും നമ്മൾ സൈലൻ്റായിരിക്കുക എന്നതാണ്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കടക്കാതിരിക്കാനുള്ള മറ്റൊരു പ്രധാന വഴി ഒരിക്കലും മനസ്സിനെ ഫ്രീ ആയി വിടാതിരിക്കുക എന്നതാണ്. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യമായിരുന്നാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതെന്തോ അത് ചെയ്യുക. ചിലർക്ക് കോമഡി കേൾക്കുന്നതായിരിക്കാം, ചിലർക്ക് സിനിമ, ചിലർക്കൊരു സോങ് കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ പുസ്തക വായന, അങ്ങനെ എന്തും. നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ലാതെ ഫ്രീ ആയിരിക്കുമ്പോഴാണ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് ചേക്കേറുന്നതും അവിടെ കൂടുകൂട്ടുന്നതും. നെഗറ്റീവ് ചിന്തകൾ വരുമെന്ന് ഉറപ്പാണെങ്കിൽ മറ്റൊരു ജോലിയും ചെയ്യാനില്ലെങ്കിൽ വെറുതെ കുറച്ച് സമയം കിട്ടിയെന്ന് തോന്നിയാൽ പുറത്തിറങ്ങി കുറച്ച് ദൂരം നടക്കാം. നമുക്കിഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാം. നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. എന്തെങ്കിലും നമുക്ക് താല്പര്യമുള്ള പുതിയൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പോസിറ്റീവായിരിക്കാനുള്ള മറ്റൊരു കാര്യം നമ്മൾ കഴിയുന്നതും ആവശ്യമില്ലാതെ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അവരുടെ സ്വകാര്യതയിൽ മറ്റൊരാൾ അമിതമായി ഇടപെടുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മളെ ആരെങ്കിലും അധികമായി ഉപദേശിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്താൽ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അവിടേക്ക് കഴിയുന്നതും നമ്മൾ കടന്നു ചെല്ലാതിരിക്കുക. സ്വന്തം ഭാര്യയോ ഭർത്താവോ കാമുകിയോ കാമുകനോ സുഹൃത്തോ ആരാണെങ്കിൽ പോലും അവരും നമ്മളെപ്പോലെ തന്നെയാണ്. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാനുള്ള മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. മറ്റുള്ളവരുടെ ന്യൂനതകൾ അഥവാ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുകയും കഴിയുന്നതും കുറ്റം പറയാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. കൂടാതെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന നെഗറ്റീവ് വാർത്തകൾ ധാരാളമുണ്ട്. അതൊരു വ്യക്തിയെയോ മതത്തെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. അത്തരത്തിലുള്ള വാർത്തകൾക്കും ഇമേജുകൾക്കും കമൻറ്റും ലൈക്കും ചെയ്യുന്ന ശീലവും ഒഴിവാക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നെഗറ്റീവ് ചിന്തയിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാനാവും. ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കുന്നതിനും പോസിറ്റീവായി ചിന്തിക്കാനുമായി നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയാൽ അത് അത്രയും നല്ലത് തന്നെയാണ്. ആകർഷണ നിയമത്തെക്കുറിച്ച് പറയുന്ന ദ സീക്രട്ട് എന്ന പുസ്തകം പോലെ തന്നെ തിങ്ക് ലൈക്ക് എ മോങ്ക് അഥവാ ഒരു സന്യാസിയെപ്പോലെ ചിന്തിക്കൂ എന്ന പുസ്തകത്തിൽ ജയ് ഷെട്ടി എന്ന അതിൻ്റെ ഓഥർ പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഓരോ പ്രഭാതത്തിലെയും ആദ്യ കാഴ്ചകളെക്കുറിച്ച് പറയുന്നു. രാവിലെ ഉണരുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും പോസിറ്റീവിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നവയല്ല. പ്രത്യേകിച്ച് നമ്മൾ ഉണർന്നയുടനെ 80% ആളുകളും ആദ്യം നോക്കുന്നത് മൊബൈലാണ്. അതൊരു അഡിക്ഷനാണ്. എന്നാൽ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാഴ്ചകളെല്ലാം നമ്മളെ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്നവയായിരിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ദിവസം നെഗറ്റീവിലേക്ക് പോകാൻ പിന്നെ വേറെയൊന്നും തിരയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന ഒരു ചെറിയ കമൻറ്റ് മാത്രം മതി നെഗറ്റീവിലേക്ക് പോകാൻ. മൊബൈൽ മാത്രമല്ല, ഉറങ്ങി എണീറ്റ ഉടനെ നമ്മൾ കാണുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമിലെ കാഴ്ചകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. അവിടെയും ഒരു പോസിറ്റീവ് മൈൻഡ് ലഭിക്കുന്ന തരത്തിലാക്കി വയ്ക്കുക. അവിടെ ചിലവുള്ള വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യമില്ലാതെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. ഏറെക്കുറെ പേരും സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ബെഡ്റൂമിൽ ഒരിക്കൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കഴുകാതെ ദിവസങ്ങളോളം കൂട്ടിയിടുക എന്നത്. ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിലുണ്ടാകാൻ അത് തന്നെ ധാരാളമാണ്. നമ്മുടെ തിരക്കു കാരണമായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴെല്ലാം അതിനെ വൃത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ, സമയം കിട്ടുന്നില്ലല്ലോ എന്ന ബോധവും അങ്ങനെ കൂട്ടിയിരിക്കുന്ന കാഴ്ചയും നമ്മുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉണരുമ്പോൾ കാണാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് അതിനെ മാറ്റിവെക്കുക എന്നതാണ്. ചെറിയൊരു ബക്കറ്റ് വാങ്ങി അതിലിട്ട് അടച്ചു വയ്ക്കാം. സമയം കിട്ടുമ്പോൾ അലക്കാം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ രാവിലെയുള്ള ആദ്യ കാഴ്ച നമുക്ക് പോസിറ്റീവാക്കി മാറ്റാം. അതായത് നമ്മുടെ മനസ്സിന് സമാധാനവും സംതൃപ്തിയും കണ്ണിന് കുളിർമയും നൽകുന്ന ഒരു കാഴ്ചയായിരിക്കണം കാണേണ്ടത്. അത് മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ വിഷൻ ബോർഡ് തയ്യാറാക്കി വയ്ക്കാം. അതിലേക്ക് ആദ്യ കാഴ്ച നൽകാം.
അല്ലെങ്കിൽ പ്രകൃതിയെ കുറച്ചു സമയം നോക്കി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നതായിരിക്കാം. അങ്ങനെ നമുക്ക് പോസിറ്റീവായി തോന്നുന്ന എന്തും സെലക്ട് ചെയ്യാം. ഉണർന്നയുടനെയുള്ള കാഴ്ച നമ്മുടെ ഉപബോധ മനസ്സിനെയും ആ ദിവസത്തെയും അത്രമേൽ സ്വാധീനിക്കുന്നുണ്ട്. തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം സ്മെൽ അഥവാ മണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഇഷ്ടങ്ങളിൽ മണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാത്രമല്ല, മണം ഉപബോധ മനസ്സിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ആ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. നമുക്കിഷ്ടമുള്ള മണം എന്താണോ അത് ബെഡ്റൂമിൽ ഉപയോഗിക്കാം. അതൊരു പെർഫ്യൂമാകാം, ഒരു ചന്ദനത്തിരിയാകാം. എന്താണോ നമ്മൾ ഇഷ്ടപ്പെടുന്ന മണം അത് ആദ്യ കാഴ്ചയോടൊപ്പം തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതും പോസിറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് മൈൻഡ് തയ്യാറാക്കുന്നതിനായി തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ശബ്ദത്തെക്കുറിച്ചാണ്. നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദം, ഉറങ്ങി എണീറ്റ് ഉടനെ കേൾക്കുന്ന ശബ്ദം, അതും മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏത് ശബ്ദവുമാകാം. ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സ്വാധീനിച്ച ഒരു ശബ്ദമുണ്ട്. അതിരാവിലെ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം. അത് എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ കേട്ടതല്ല, തൊട്ടടുത്ത വീട്ടിൽ നിന്നും വരുന്ന ശബ്ദമാണ്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ എന്ന് തുടങ്ങുന്ന MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം, വെങ്കടേശ്വര സുപ്രഭാതം. അന്നൊക്കെ അതിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല. ആ ശബ്ദം കേട്ടാണ് ഉണരാറുള്ളത്. അടുത്ത വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും അതിരാവിലെ 6 മണിയാകുമ്പോൾ വളരെ ഉച്ചത്തിൽ അത് കേൾക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴും സുപ്രഭാതത്തിൻ്റെ എല്ലാ വരികളുടെയും പൂർണ്ണമായ അർത്ഥം എനിക്കറിയില്ല. എങ്കിലും ഇപ്പോഴും ഞാനത് കേൾക്കാറുണ്ട്. അതിരാവിലെ അത് കേൾക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. ഇതേ രീതിയിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഏതെങ്കിലുമൊക്കെ ശബ്ദങ്ങളുണ്ടാകാം. നമുക്ക് സമാധാനം തരുന്ന ശബ്ദങ്ങൾ. അത്രമേൽ ശബ്ദങ്ങളും ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ശബ്ദം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 3 കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. 1 സൈറ്റ് അഥവാ കാഴ്ച, 2 സ്മെൽ അഥവാ മണം, 3 സൗണ്ട് അഥവാ ശബ്ദത്തെക്കുറിച്ചും പറഞ്ഞു. ഞാനിത് 3ൻ്റെയും ഗൗരവത്തെ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു. അതിന് കാരണം ഇവ പഞ്ചേന്ദ്രിയങ്ങളിൽ, അതായത് 5 ഇന്ദ്രിയങ്ങളിലെ 3 എണ്ണമാണ്. ഇവയുടെ മറ്റൊരു പ്രത്യേകത കൂടെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഈ 3 ഇന്ദ്രിയങ്ങൾക്ക് അത്രമേൽ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനമായത് എന്താണ്? അതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ 3 ഇന്ദ്രിയങ്ങൾക്കും 3 ഊർജ രൂപങ്ങളുണ്ട് എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. ആദ്യമായി കാഴ്ച എങ്ങനെയാണ് എനർജി അഥവാ ഊർജ രൂപത്തിലായി മാറുന്നത് എന്ന് നോക്കാം. നമ്മൾ സാധാരണ അമ്പലങ്ങളിലും പള്ളികളിലും വിളക്കുകൾ തെളിക്കാറുണ്ട്. നിലവിളക്കോ മെഴുകുതിരിയോ ആകാം. അതിൽ നിന്നും വരുന്ന പ്രകാശത്തെ ഊർജ രൂപത്തിലാണ് നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്നത്. ലൈറ്റ് എനർജി അഥവാ പ്രകാശോർജം എന്ന രൂപത്തിലാണ്. അനേകം മെഴുകുതിരികൾ, വിളക്കുകൾ, ദീപങ്ങൾ ഒരുമിച്ച് കത്തിക്കുമ്പോൾ അത് കാണുന്ന മാത്രയിൽ മനസ്സല്ല അത് സ്വീകരിക്കുന്നത്. മനസ്സുകൊണ്ട് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ദീപങ്ങളുടെ ആ കാഴ്ചയെ ഊർജ രൂപത്തിൽ സ്വീകരിക്കുന്നത് ഉപബോധ മനസ്സാണ്. ആ കാഴ്ച കണ്ട് മടങ്ങുമ്പോഴും അത് നമ്മെ വിട്ട് മാറാതെ നിൽക്കുകയും ചെയ്യും. അത് ഞാൻ പറയാതെ തന്നെ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാൻ കഴിയും. സബ് കോൺഷ്യസ് മൈൻഡിൽ അറിവിൻ്റെ നന്മയുടെ ഒരു തുള്ളി വെളിച്ചമായി ആ വെളിച്ചം, ആ ദീപം രൂപാന്തരം പ്രാപിക്കും. ദീപത്തെ അത്രമേൽ കാഴ്ചയിലൂടെ ഉപബോധ മനസ്സിന് എനർജിയാക്കി മാറ്റാൻ കഴിവുള്ളത് കൊണ്ടായിരിക്കാം ഉദ്ഘാടനങ്ങളിലും ആഘോഷങ്ങളിലും ആചാര ചടങ്ങുകളിലും ദീപം തെളിക്കുന്നത് പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിയത്. രണ്ടാമത്തേത് ശബ്ദം. ശബ്ദം നാദരൂപത്തിൽ ഊർജമായി മാറുന്നുണ്ട്. സൗണ്ട് എനർജി അഥവാ ശബ്ദോർജമായി മാറുന്നുണ്ട്. അതിൽ മണിനാദം കേൾക്കുക, ചെണ്ട, ഇടയ്ക്ക പോലുള്ള വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കുക, സംഗീതത്തിനായി ഉപയോഗിക്കുന്ന എത്രയോ ഉപകരണങ്ങൾ, ഓടക്കുഴൽ, വയലിൻ, മൃദംഗം, തമ്പുരു, വീണ തുടങ്ങിയ എത്രയോ നാദങ്ങൾ, ഇതെല്ലാം ഉപബോധ മനസ്സിൽ താളങ്ങളെ രൂപപ്പെടുത്തുന്നു. ചില നാദങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കാൻ തോന്നുകയും അത് പഠിക്കണമെന്ന മാനസികാവസ്ഥ നമ്മിൽ ഉണ്ടാക്കുന്നതും ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്.
ഇപ്പോൾ പല അസുഖങ്ങളെയും ശബ്ദം നൽകി ചികിത്സിക്കാൻ കഴിയുന്ന സൗണ്ട് തെറാപ്പി തന്നെയുണ്ട്. ബുദ്ധമതക്കാർക്കിടയിൽ പല പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ച് പല രോഗങ്ങളെയും മാറ്റുന്ന രീതി ഇപ്പോഴും നിലവിലുണ്ട്. അത്രമേൽ ശബ്ദത്തിന് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. ശബ്ദത്തിന് ഉപബോധ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു രസകരമായ ഉദാഹരണം കൂടെ ഇവിടെ പറയാം. മിക്കവാറും ചില വീടുകളിൽ ഈ ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടുണ്ടാകാം. അവിടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ശക്തമായ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പരസ്പരം അവരുടെ ദേഷ്യത്തെ കുറയ്ക്കാനായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അവിടെ ചുറ്റിലും എന്താണോ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്നത് അതിനെ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുക. അത് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ദേഷ്യത്തിന് ചെറിയൊരു ശമനം ലഭിക്കുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്നയാളിനും കുറച്ചൊരു ശാന്തത ലഭിക്കുന്നു. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും അവിടെ വർക്കൗട്ടാകുന്ന രഹസ്യം ശബ്ദതരംഗങ്ങൾ ഊർജ രൂപത്തിൽ ദേഷ്യമെന്ന വൈകാരിക അവസ്ഥയെ ലഘൂകരിച്ചു എന്നതാണ്. ഇതുപോലെ പല രീതിയിലും ശബ്ദം സ്വാധീനിക്കുന്നുണ്ട്. മൂന്നാമതായി സ്മെൽ അഥവാ മണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഇഷ്ടങ്ങളുടെ പട്ടികയിൽ ഒരു പ്രധാന സ്ഥാനമാണ് മണത്തിനുള്ളത്. ചിലർ ഉപയോഗിക്കുന്ന പെർഫ്യൂം, അവർ പോയി കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആ മണം സ്ഥായിയായി നിൽക്കും. ചിലരോടുള്ള ഇഷ്ടങ്ങൾ കൂടുന്നതിലും ഈ മണത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. മണം ചില സമയങ്ങളിൽ തീവ്രമായ ഒരു ലഹരിയായി മാറുന്നുണ്ട്. അത് പലർക്കും പല രീതിയിലാണെന്ന് മാത്രം. ചിലർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരുടെ മുടിയുടെ മണം ഇഷ്ടമാണ്. ചിലർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ വിയർപ്പിൻ്റെ മണം ഒരു ലഹരിയാണ്. അത് അവരോടുള്ള ഇഷ്ടം ഉപബോധ മനസ്സിൽ ഉറച്ചതിന് ഒരു കാരണവുമാകാം. എന്നാൽ അതേസമയം നമ്മളെ വെറുപ്പിക്കുന്ന മണങ്ങളുമുണ്ട്. രണ്ടാണെങ്കിലും സ്നേഹം, വെറുപ്പിക്കൽ എന്ന രണ്ടവസ്ഥയെ സൃഷ്ടിക്കാൻ മണത്തിന് കഴിഞ്ഞത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏറ്റെടുക്കൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് കാഴ്ചയും ശബ്ദവും സ്മെല്ലും, ഇവ മൂന്നും വളരെ ശ്രദ്ധിച്ചുപയോഗിക്കാൻ കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന റിസൾട്ട് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുമെന്നത് മാറ്റമില്ലാത്ത ഒരു സത്യം തന്നെയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു. ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട 8 വീഡിയോകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. മീഡിയ 3 മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.